ഹായ് കൂട്ടുകാരെ, നമുക്ക് ഇന്ന് 10 മണി ഇതിൻ്റെ നടുന്ന വിധവും വളവും വീട്ടിലുണ്ടാക്കിയ വളം വെച്ച് നമ്മൾ നടും. അതൊക്കെ കാണിക്കുന്നുണ്ട് ഈ വീഡിയോയിൽ. പൂ ഉണ്ടാകാനുള്ള വളവും ഒക്കെ ഉണ്ട്. നമുക്കിന്ന് 10 മണി കണ്ടോ, 10 മണി കാണാൻ നല്ല രസമല്ലേ? നമുക്കിത് നട്ട് പിടിപ്പിക്കാം. വേനലായില്ലേ, ഇനിയിപ്പോൾ അത് നട്ട് പിടിപ്പിക്കാം. ഇത് കുരുടിപ്പ് രോഗമൊക്കെ വന്നാലും അത് കട്ട് ചെയ്തിട്ട് ചായപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ മതി. പുളിച്ച കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം. കുരുടിപ്പ് രോഗമെല്ലാം മാറും. കട്ട് ചെയ്തിട്ട് നല്ല ചായപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ മതി. കാണാൻ നല്ല ഭംഗിയല്ലേ? ഏത്തയ്ക്ക പുഴുങ്ങിയ വെള്ളമൊന്നും കളയരുത്. അതൊക്കെ ഇതിനൊഴിച്ചു കൊടുക്കാം. പൊട്ടാഷ് എന്ന് പറഞ്ഞാൽ അല്ലെ, പഴത്തൊലി വെള്ളത്തിയിട്ട് ഡൈലൂട്ട് ചെയ്ത് ഒഴിച്ചാലും മതി. നല്ല ഭംഗിയല്ലേ കാണാൻ? ഇത് ഷെയ്ഡ് വയ്ക്കണം. മഴക്കാലത്ത് വേനൽക്ക് വെയിലത്ത് വെക്കുക. നല്ല വെയിൽ കൊണ്ടാലും കുഴപ്പമില്ല. രാവിലെയും വൈകിട്ടും വെള്ളം ഒഴിച്ചാൽ മതി. നമുക്കിത് മുട്ടത്തോട് പൊടിച്ചൊക്കെ ഇടാൻ നല്ലതാണ്. മുട്ടത്തോട് വെയിലത്ത് വെച്ച് ഉണങ്ങിയിട്ട് അത് മിക്സിയിലിട്ട് പൊടിച്ച് കൊടുക്കാം. മുട്ടത്തോടൊക്കെ കൊടുക്കുന്നതല്ല. കണ്ടോ, സവോളയും വെളുത്തുള്ളി തൊലി എല്ലാം ഇട്ട് പൊടിക്കാം. എന്നിട്ട് അതും കൊടുക്കാം. സവോള നല്ലതാണ്, നല്ല പൂവുണ്ടാകാൻ. അത് ഇട്ട് കൊടുക്കാം. സവോളയുടെ തൊലി ഇട്ട് കൊടുക്കണം. ചെറുതായിട്ട് പൊടിച്ചിട്ടേ, അത് ഉണങ്ങി പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. മുട്ടത്തോടിട്ട് കൊടുക്കാം. 10 ഗ്രാമൊക്കെ മുട്ടത്തോടിട്ട് കൊടുക്കാം. ചായപ്പൊടി ഇട്ട് കൊടുക്കാം. കട്ട് ചെയ്തിട്ട് ചായപ്പൊടി ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് വളർന്ന് പൂവുണ്ടാകും. സവോളത്തൊലി ഇട്ട് കൊടുക്കാം. ഇങ്ങനെ 10 മണി പൂവുണ്ടായില്ലെങ്കിൽ സവോളത്തൊലി ഇട്ട് കൊടുത്താൽ മതി. അത് ഉണങ്ങി പൊടിച്ചിട്ടിട്ട് കൊടുക്കണം. അപ്പോൾ പെട്ടെന്ന് പിടിക്കും. എന്നിട്ട് വെള്ളം ഒഴിക്കണം. ഇവിടെ സവോളത്തൊലി ഇടാൻ പോവാണേ. എന്നിട്ട് നല്ലപോലെ വെള്ളം ഒഴിച്ചാൽ മതി. ഇച്ചിരി മണ്ണിളക്കി ഇട്ട് ഇച്ചിരി വെള്ളമോടെ ഒഴിക്കാം. നിറയെ പൂവുണ്ടാവും. ഇപ്പോൾ എന്ത് വളം ഇട്ടാലും വെള്ളം ഒഴിച്ച് കൊടുക്കണം. സവോളത്തൊലി ആകുമ്പം പെട്ടെന്ന് പൂവുണ്ടാവും. അല്ലെങ്കിൽ പിന്നെ പഴത്തൊലി വെള്ളത്തിൽ ഇട്ടിട്ട് അത് ഡൈലൂട്ട് ചെയ്ത് ഒഴിച്ചാലും മതി. സവോളത്തൊലിയാണ് നമുക്ക് എന്നും ഉണ്ടല്ലോ. ഈ പൂ കണ്ടോ, നല്ല രസമല്ലേ കാണാൻ? മഴക്കാലത്ത് അത് ഷെയ്ഡ് വെക്കണം, അല്ലെങ്കിൽ വെള്ളം കൂടിയാൽ ചിലപ്പം കേടാവും. ഇഷ്ടം പോലെ ഉണ്ടല്ലോ. തേയിലപ്പൊടി കഞ്ഞിവെള്ളത്തിൽ കലക്കി ഒഴിക്കാം. കുരുടിപ്പ് വരുമ്പോൾ കട്ട് ചെയ്തിട്ടേ. എല്ലാ കളറും ഒരുമിച്ച് നടുവാണ് നല്ല രസമാണ്. പല കളറ് നിൽക്കുന്ന കാണാൻ നല്ല രസമല്ലേ? കുരുടിപ്പ് വന്നാൽ ഉടനെ കട്ട് ചെയ്യണേ. അപ്പോൾ എന്നിട്ട് ചായപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി. കുരുടിപ്പാന്ന് ഓർത്ത് പറിച്ചൊന്നും കളയണ്ട, കട്ട് ചെയ്താൽ മതി. അപ്പോൾ ശരിയാവും. മുട്ടത്തോടൊക്കെ നല്ലപോലെ വളരും. ഇത് തഴച്ച് വളരും, പൂവും തരും.
തേയിലപ്പൊടി, മുട്ടത്തോട് എല്ലാം ഇടുക. ഒരിക്കലും ഇതെല്ലാം കുരുടപ്പ് വന്നാൽ അപ്പം ഞാനെല്ലാം കട്ട് ചെയ്തിട്ട് ചായപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്ത് പുളിച്ച കഞ്ഞിവെള്ളവും ഡൈല്യൂട്ട് ചെയ്ത് ഒഴിച്ചത്. അങ്ങനെ ഇപ്പം നല്ല പോലെയായത്. വെള്ളപ്പൂ കണ്ട നല്ല ഭംഗിയല്ലേ കാണാൻ. പണ്ട് കാലത്ത് വയലറ്റ് കളറ് 10 മണി മാത്രമുള്ളായിരുന്നു. ഇപ്പോൾ എല്ലാ കളറുമായി. എവിടെ കിട്ടിയാലും കൊണ്ടുവന്ന് നട്ടുപിടിപ്പിച്ചാൽ മതി, പെട്ടെന്ന് പിടിക്കും ഇത്. അഗ്രഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് പിടിപ്പിച്ചാൽ മതി. ഈ മഞ്ഞ കണ്ടോ, നല്ല രസമല്ലേ കാണാൻ. സിൻഡ്രല്ല പെട്ടെന്ന് തഴച്ച് വളർന്നു വരും. നല്ല വെയിൽ ഉള്ളിടത്ത് വെച്ചാൽ നല്ലപോലെ നിറയെ പൂവുണ്ടാവും. നല്ല പച്ച കളറ് എന്നിട്ട് വെള്ളപ്പൂക്കൾ നല്ല ഭംഗിയല്ലേ. ഇത്ര നമുക്ക് നട്ടു വെക്കാൻ നല്ല ഹോള് ഉള്ള നല്ല ചെറിയ ചട്ടി നടാവേ. കേട്ടോ, വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞ് നട്ടാൽ നല്ലപോലെ പിടിക്കും. കേട്ടോ, നല്ല ഹോളുണ്ടല്ലോ, ഇതിൻ്റെ അകത്ത് നടാം. ആദ്യമേ ഇച്ചിരി ഓട് കട്ട ഒന്നും ഇല്ല എനിക്ക്, അതുകൊണ്ട് ചുടുകട്ടയുടെ പൊടിയൊന്നുമില്ല, വെട്ടുകല്ലിൻ്റെ പൊടിയുണ്ട്, അത് ഇടുക. ആദ്യമേ ഹോളടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി വെട്ടുകല്ലിൻ്റെ പൊടി ഇടുക. ഇത് നേരത്തെ ചെടി നട്ട ചട്ടിയാണേ, ആ പാത്രത്തിൽ നടാവേ. നല്ലപോലെ ഹോളുണ്ട് കേട്ടോ. ഇച്ചിരി കരിയില കമ്പോസ്റ്റൊക്കെ കൂട്ടി മണലിൽ നടാം, അപ്പോൾ നല്ലപോലെ ഉണ്ടാവും. കല്ലിട്ട്, വെട്ടുകല്ലിൻ്റെ കല്ലിട്ടായി. ഇനിയിപ്പം മണ്ണിടാം, ഇനി കരിയില കമ്പോസ്റ്റ് ഇടാം, അത് കഴിഞ്ഞ് മണലിടാം. മണലിൽ നടണം, അപ്പം പെട്ടെന്നുണ്ടാവും. ഇത് കരിയില കമ്പോസ്റ്റ് ഇവിടെ ഉണ്ടാക്കിയ കരിയില കമ്പോസ്റ്റാണ്. ഇതിട്ട് നട്ടാൽ മതി, അപ്പം നല്ലപോലെ വളരും. മണലിടാം, മണലിൽ നടണം, അപ്പം നല്ലപോലെ പിടിക്കും. കരിയില കമ്പോസ്റ്റ് നല്ല വളം. മണലിട്ട് ഇനി നടാം നമുക്ക്. ഇപ്പം മണ്ണിട്ടു, കരിയില കമ്പോസ്റ്റ് ഇട്ടു, മണലിട്ടു, ഇനി നടാം. വെള്ളത്തിൽ ഇട്ട് 10 മണി അപ്പം പെട്ടെന്ന് പിടിക്കും. നട്ടിട്ട് 2 ദിവസം തണലത്ത് വെച്ചാൽ മതി, അത് കഴിഞ്ഞ് വെയിലത്ത് വെക്കുക. നല്ലപോലെ നട്ടു. പിറ്റേ ദിവസം തന്നെ പൂവുണ്ടാവും. അഗ്രഭാഗം മുറിച്ച് നടുമ്പോൾ അത് മുട്ട് കാണാനില്ല, അപ്പം പിറ്റേ ദിവസം തന്നെ പൂവുണ്ടാവും. ഇനിയിപ്പോൾ വേനൽക്കാലം എല്ലാം നട്ടുപിടിപ്പിച്ച് വെള്ളം ഒഴിച്ചാൽ മതി. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു കൂട്ടുകാരെ. താങ്ക് യു ഫോർ വാച്ചിങ്. കുഞ്ഞു ചട്ടി ധാരാളം കട്ടിങ്സ് നട്ടാൽ പെട്ടെന്ന് ബുഷിയായിട്ട് നിന്ന് നല്ലപോലെ വളർന്നു വരും.